8ാം ക്ലാസ്സിലെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പാഠഭാഗം താളുകൾക്കിടയിലൊരു മയിൽപ്പീലി. എഴുതിയത് പ്രിയ AS. ഈ പാഠം മുഴുവനായിട്ട് വായിച്ചത് മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഈ പാഠത്തെ വിശദമായി പഠിക്കാം. താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അനുതാരയും നീലകണ്ഠനുമാണ്. അനുതാര കഥ പറയുന്ന രീതിയിലാണ് എഴുത്തുകാരി ഈ കഥ ആഖ്യാനം ചെയ്തിരിക്കുന്നത്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥയാണ്. അനുതാരയും നീലകണ്ഠനും തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച്, അവർക്കിടയിലുണ്ടായിരുന്ന ഒരു സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത്. അനുതാര എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരികയും ചികിത്സയിലായിരിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട്, വേദനകളുടെ ലോകത്തിൽ നിന്ന് എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ച് നീട്ടാൻ മാത്രം വല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ. വല്ലപ്പോൾ മാത്രമാണ് ആരോഗ്യവതിയായിട്ട് അവൾ ഇരിക്കാറുള്ളത്. ബാക്കി സമയങ്ങൾ പലപ്പോഴും അവൾ ചികിത്സയിലായിരിക്കും. അവൾ സ്കൂളിലേക്ക് കടന്നു വന്ന് കൂട്ടുകാരോടൊപ്പം പുതിയ കളികളിലും ആ ഒരു സൗഹൃദ വലയത്തിൽ ഏർപ്പെട്ട് വരുമ്പോഴേക്ക്, പുതിയ പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്ക് അവൾ വീണ്ടും അസുഖത്തിനടിമയാകുന്നു. അവളെ അതിൽ നിന്ന് പിടിച്ചകറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ വേദനകൾ നൽകിക്കൊണ്ട് അസുഖം വീണ്ടും അവളെ തേടിയെത്തുകയാണ്. അനുതാര പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, അവളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വിടരാതെ കരിഞ്ഞുപോയ ഒരു ഇതൾ പോലെയാണ്. അധികം മധുരമില്ലാതെ, അധികം സന്തോഷങ്ങളോ അധികം നല്ല നല്ല ഓർമ്മകളോ ലഭിക്കാതെ പോയ ഒരു ബാല്യകാലമായിരുന്നു അനുതാരയുടേത്. നഷ്ടബോധങ്ങളുടെ നിലയിൽ ബാല്യത്തിന് 1ാം സ്ഥാനമായിരുന്നു. അതുപോലെ നമ്മുടെ ഈ പാഠഭാഗത്ത് അനുതാരയെക്കുറിച്ചും നീലകണ്ഠനെക്കുറിച്ചുമൊക്കെ കഥാപാത്ര നിരൂപണം വരുവാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ഇരുവരെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അനുതാര പറയുന്നുണ്ട്, പ്രൈമറി ക്ലാസ്സുകളിലായിരിക്കുമ്പോൾ സൂക്ഷിക്കാൻ നല്ല ഓർമ്മകൾ പോലും ഈ രോഗം തനിക്ക് നൽകിയിട്ടില്ല. ചില ഉടുപ്പുകളോ അല്ലെങ്കിൽ 2 or 3 പിണക്കങ്ങളോ ഒക്കെ മാത്രമായിരുന്നു തനിക്ക് ഓർമ്മകളായിട്ട് സൂക്ഷിക്കാനുണ്ടായിരുന്നത്. പിന്നെ അതിൽ കവിഞ്ഞ് നീലകണ്ഠൻ എന്ന ഒരു ഓർമ്മ കൂടി. നമ്മുടെ ബാല്യകാലം നോക്കിക്കേ, നമ്മളിപ്പോൾ സ്കൂളിലേക്ക് കടന്നു പോവുകയാണ്. ഈ സ്കൂൾ കാല ജീവിതത്തിലാകട്ടെ കൂട്ടുകാരുമൊത്തുള്ള, അധ്യാപകരുമൊത്തുള്ള പാഠപുസ്തകത്തിൽ നല്ല നല്ല അനുഭവങ്ങളും, നിങ്ങൾ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വരും കാലത്ത് മനോഹരമായ ഓർമ്മകൾ തീർക്കുന്നതായിരിക്കും. എന്നാൽ ഇവിടെ അനുതാരയ്ക്ക് അങ്ങനെയുള്ള നല്ല നല്ല ഓർമ്മകളൊന്നും ലഭിക്കുന്നില്ല. പക്ഷേ അവൾക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു ഓർമ്മയായിരുന്നു എന്ത്? നീലകണ്ഠനുമായിട്ടുള്ള സൗഹൃദം. അവൾ പറയാണ്, രോഗം കൊണ്ട് ദേഹമൊക്കെ ക്ഷീണിക്കുകയും കണ്ണുകളൊക്കെ കുഴിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുമ്പോൾ പോലും അവളുടെ മുഖത്ത് ഒരു സന്തോഷച്ചിരി കാണും. അവൾ അങ്ങനെയാണ് സ്കൂളിലേക്ക് കടന്നു വരുന്നത്. ക്ലാസ്സിലെത്തുമ്പോൾ കുട്ടികളൊക്കെ തന്നെ പേര് മനസ്സിൽ നിന്ന് മായ്ച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എന്താണ്? കുട്ടികളൊക്കെ തന്നെ മറന്നു പോയിരിക്കുകയാണ്. ഒരുപാട് നാൾ വിദ്യാലയത്തിലേക്ക് കടന്നു വരാതെ ഇരുന്നപ്പോൾ കൂട്ടുകാരെല്ലാം തന്നെ പേര് മറന്നു പോയിട്ടുണ്ടാവും. വീട്ടിലെ ജോലിക്കാരിയായ പാർവതി അമ്മയാണ് അവളെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ദിവ്യവസ്തു എന്ന പോലെ ചേർത്ത് പിടിക്കും. ദിവ്യവസ്തു എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രത്യേക വസ്തു എന്നതുപോലെ പ്രത്യേകമായിട്ടുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ സംരക്ഷണം നൽകിക്കൊണ്ടാണ് പാർവതി അമ്മ അവളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ സമയം സ്റ്റാഫ് റൂമിൽ നിന്നൊക്കെ അധ്യാപകർ ഇറങ്ങി വന്ന് അവളെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ കവിളിൽ തൊട്ട് അവളോട് വിശേഷങ്ങൾ ചോദിക്കുകയും, എൻ്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചുറ്റും കൂടി വന്ന് അപരിചിതത്തോടെ അവളെ നോക്കും. അപരിചിതത്വം എന്ന് വെച്ചാൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയെ പോലെ അവളെ നോക്കും. ചില കുട്ടികൾക്കൊക്കെ അവളെക്കുറിച്ച് എന്തെങ്കിലും രഹസ്യങ്ങൾ പറയുവാനുണ്ടായിരിക്കും. അപ്പോൾ അവളെ അറിയാത്തവരോട് കുറച്ചൊക്കെ അറിയാവുന്നവർ അത് പറഞ്ഞു കൊടുക്കും. ഈ സാഹചര്യം അവൾക്കൊരു വലിയൊരു അപരിചിതത്വമാണ് നൽകിയത്. അവൾക്ക് ഈ അപരിചിതത്വമായിട്ടുള്ള ഈ സാന്നിധ്യത്തിൽ കരയണമെന്ന് പോലും തോന്നാറുണ്ട്. അവളുടെ നിരന്തരം മരുന്നുകൾ കഴിച്ച് അവളുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് വികൃതമായി. ആ തലമുടിയിൽ അവൾ സ്കാർഫ് കെട്ടിയിട്ടുണ്ട്. അത് കെട്ടഴിച്ചും വീണ്ടും കെട്ടിയൊക്കെയാണ് അവൾ സമയം ചെലവഴിക്കുവാനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ സമയത്ത് അവളൊരു കാര്യം ഓർക്കുമ്പോൾ അവളുടെ കണ്ണീരൊക്കെ മാറാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മുറ്റത്തെവിടെയോ കളിച്ചുകൊണ്ട് നിൽക്കുന്ന നീലകണ്ഠൻ തൻ്റെ വരവറിഞ്ഞുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അവൾക്ക് ഒരു സന്തോഷം തോന്നാറുണ്ട്. എന്നിട്ട് നീലകണ്ഠൻ പറയും, അനുതാര ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. നീലകണ്ഠൻ
അനിതാരയോട് കാണിക്കുന്ന ഒരു പ്രത്യേകമായൊരു സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ശേഷം ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയിലൊക്കെ അനിതാര, താര, അനു, അനിതാര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിക്കും. അനിതാരയുടെ പൂർണ്ണമായിട്ടുള്ള നാമം അനിതാര എസ് മേനോൻ എന്നാണ്. എങ്കിൽ പോലും അവളെ അനുന്നും താരാന്നും അനിതാരാന്നൊക്കെ മാറി മാറി നീലകണ്ഠൻ വിളിക്കുകയും സംബോധന ചെയ്യുകയും ക്ലാസ്സിലെയും മറ്റു വിശേഷങ്ങളൊക്കെ നീലകണ്ഠൻ അവളോട് പറയുകയും ചെയ്യും. എന്നിട്ട് പറയും, അധ്യാപകർ അവളില്ലാതിരുന്ന സമയത്ത് പഠിപ്പിച്ചതൊക്കെ വളരെ എളുപ്പമാണ്, അതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം, അതെല്ലാം എളുപ്പമാണ്, നിനക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് നീലകണ്ഠൻ അവളെ ആശ്വസിപ്പിക്കും. പിന്നെ അവളുടെ നോട്ട് ബുക്ക് വാങ്ങിച്ച് ക്ലാസ്സിൽ പഠിപ്പിച്ച പല കാര്യങ്ങളും അവൾക്ക് എഴുതി കൊടുക്കും. പക്ഷെ അനിതാര പറയുന്നുണ്ട്, എനിക്കതിൽ പലതും മനസ്സിലാവുമായിരുന്നില്ല. അസുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകർത്തി തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരാഴ്ച അസുഖം വന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്താൽ ക്ലാസ്സിൽ പോകാതെ ഇരുന്നിട്ട് തിരികെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരുടെ നോട്ട്ബുക്കിൽ നോക്കി എഴുതിയതൊന്നും പലപ്പോഴും മനസ്സിലാവുന്നില്ല എന്ന് തോന്നും. കാരണം എന്താണ്? അതിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ഇവിടെയും അനിതാര അതാണ് പറയുന്നത്, തനിക്ക് പലപ്പോഴും ഒന്നും മനസ്സിലാവാറില്ല. കാരണം ഇടയ്ക്കും മറിച്ചുമൊക്കെയാണ് സ്കൂളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോകുന്നത്. എങ്കിൽ പോലും നീലകണ്ഠൻ പരീക്ഷയ്ക്ക് തനിക്കറിയാവുന്ന ചോദ്യോത്തരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ടീച്ചറൊന്നും കാണാതെ അവൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. അത് കുറ്റമാണെന്ന് തങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയിട്ടില്ല. കാരണം എന്താണ്? അനിതാര ഇത്രയും ദിവസം അസുഖം ബാധിച്ച് ക്ലാസ്സിൽ വരുവാനായിട്ട് കഴിയാതെ ഇരുന്നു. അപ്പോൾ അവളെ പഠനത്തിൽ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരണം, അവൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്നുള്ളത് നീലകണ്ഠൻ്റെ ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഇനി നീലകണ്ഠനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് പറയുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് നീലകണ്ഠനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണത്തിന് വളരെയധികം ഉപയോഗപ്രദമാണ്. ഇവിടെ നീലകണ്ഠൻ വളരെ മനോഹരമായിട്ട് ഭംഗിയായി ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു കുട്ടിയായിരുന്നു നീലകണ്ഠൻ എന്ന് പറയുന്നത്. 2 ഷർട്ടുകളേ ഉള്ളൂ നീലകണ്ഠന്, ഒന്ന് വെള്ളയും മറ്റൊന്ന് പച്ചയും. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കെല്ലാവർക്കും ഒരുപാട് ഡ്രസ്സുകളുണ്ട് അല്ലേ, ഒരുപാട് ഉടുപ്പുകളുണ്ട്, മാറി മാറി ഇടാനായിട്ട് ഉടുപ്പുകളുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതിരിക്കുന്ന നീലകണ്ഠന് 2 ഷർട്ടുകൾ മാത്രമേ ഉള്ളൂ. നെറ്റിയിൽ നീട്ടി വലിച്ച് ഒരു ചന്ദനക്കുറി ഉണ്ടാവും. അതൊരു ഭക്തിയെ സൂചിപ്പിക്കുന്നു. നല്ല ഭക്തിയുള്ളൊരു കുട്ടിയായിരുന്നു നീലകണ്ഠൻ. അതുപോലെ നല്ല തിരക്കുള്ള റോഡിൽ പോലും ഒറ്റയ്ക്ക് തനിയെ ക്രോസ് ചെയ്യാനുള്ള ധൈര്യം നീലകണ്ഠന് ഉണ്ടായിരുന്നു. അത് പക്ഷെ ആർക്കില്ലായിരുന്നു? അനിതാരയ്ക്കില്ലായിരുന്നു. അനിതാരയെ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നതുമൊക്കെ ആരായിരുന്നു? പാർവതി അമ്മയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊന്നും തനിയെ ചെയ്ത് പരിചയമില്ലായിരുന്നു. എന്നാൽ നീലകണ്ഠന് അച്ഛനില്ലായിരുന്നു. അത് അനിതാരയെ വളരെയധികം സങ്കടപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഒരു പുതിയ പുസ്തകം വേണമെങ്കിലോ ഐസ്ക്രീം വേണമെങ്കിലോ ഒരു അസുഖം വന്നാൽ എടുത്തുകൊണ്ട് നടക്കുവാനോ ആശുപത്രിയിൽ കൊണ്ടുപോകുവാനോ ഒന്നും അച്ഛനില്ലാത്തത് നീലകണ്ഠന് വളരെയധികം വിഷമമായിരിക്കുമല്ലോ എന്ന് അവൾ ആലോചിച്ച് അവളുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീർ നിറയുമായിരുന്നു. അപ്പോൾ നീലകണ്ഠന് അച്ഛനില്ല എന്ന കാര്യം അവൾ വീട്ടിലൊക്കെ പറയാറുണ്ട്. വീട്ടുകാരവൾക്ക് നീലകണ്ഠന് കൊടുക്കുവാനായിട്ട് പുതിയ പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എങ്കിൽ പോലും വീട്ടുകാരോട് പറയാതെ തന്നെ പലപ്പോഴും അവൾ പെൻസിലുകൾ നീലകണ്ഠന് കൈമാറിയിരുന്നു. ഒരിക്കൽ 1ാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് നീലകണ്ഠൻ്റെ അടുത്ത് ടീച്ചർ അനിതാരയെ പിടിച്ചിരുത്തുകയുണ്ടായി. പിന്നെ ആ സ്ഥാനം മാറുവാനായിട്ട് അനിതാര ആഗ്രഹിച്ചില്ല. അവൾ അവിടെ തന്നെ സ്ഥിരമായിട്ട് ഇരുന്നു. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലായാൽ പോലും നിങ്ങളുടെ ക്ലാസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ പോലും പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വർത്തമാനം പറയാറുണ്ട്. ആ സമയത്തായിരിക്കും വീട്ടിലെ പൂച്ചയുടെ കഥയും സുഹൃത്തുക്കളുടെ കഥയും വീട്ടിലെ മറ്റ് വിശേഷങ്ങളും റോഡിലൂടെ പോയ കഥകളൊക്കെ നിങ്ങൾ കൂട്ടുകാരോട് പറയുന്നത്. അതുപോലെ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും തമ്മിൽ പരസ്പരം വർത്തമാനം പറയും. എന്നാൽ നീലകണ്ഠൻ മാത്രം വേറെ വർത്തമാനങ്ങളൊന്നും പറയാതെ ക്ലാസ്സിൽ മുഴുവൻ ടീച്ചറിനെയും ശ്രദ്ധിച്ച് മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലാക്കി അനങ്ങാതെ ഇരിക്കും. അനിതാരയ്ക്കാണെങ്കിലോ രാവിലെ കണ്ട പൂമ്പാറ്റയെക്കുറിച്ചും പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയ കഥയൊക്കെ നീലകണ്ഠനോട് പറയുവാനായിട്ട് തോന്നും. പക്ഷേ നീലകണ്ഠൻ ഗൗരവത്തോടെ ഇരുന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ട്
പഠിക്കുന്നത് കാണുമ്പോൾ അവൾ മിണ്ടാതെ ഇരിക്കും. ക്ലാസ് കഴിയുമ്പോൾ ഇൻ്റർവെൽ സമയമാകുമ്പോൾ നീലകണ്ഠൻ അവൾക്ക് മയിൽപ്പീലിയും താമരമൊട്ടും മഞ്ഞക്കിളിയുടെ തൂവലും അങ്ങനെയൊക്കെ പലതും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഇവൾ കൊടുക്കുന്നത് എന്താണ്? താൻ വരച്ച ചിത്രങ്ങളാണ്. ഓരോ ചിത്രം കാണുമ്പോഴും അവളെ പുകഴ്ത്തുവാനായിട്ട് നീലകണ്ഠൻ ശ്രമിച്ചിരുന്നു. ഇവിടെ നീലകണ്ഠൻ്റെ ഒരു വലിയൊരു സ്വഭാവ സവിശേഷതയാണ് പറയുന്നത്. മറ്റൊരാൾ ചെയ്യുന്ന ഒരു കാര്യത്തെ അത് നല്ലതാണ് എങ്കിൽ അതിനെ പുകഴ്ത്തുവാനുള്ള, അതിനെ അഭിനന്ദിക്കുവാനുള്ള കഴിവ് നീലകണ്ഠനുണ്ടായിരുന്നു. അപ്പോൾ അനിതാരയെ സംബന്ധിച്ച് മയിലും പൂച്ചയും വീടും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ അവൾ ആദ്യമൊക്കെ വരയ്ക്കുമായിരുന്നുള്ളൂ. എന്നാൽ നീലകണ്ഠൻ അവൾക്ക് പ്രശംസ നൽകി തുടങ്ങിയപ്പോൾ അത് കേൾക്കാൻ വേണ്ടി അവൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ കൂടുതൽ വരച്ചു തുടങ്ങി. എന്ത് കണ്ടാലും വരച്ചു തുടങ്ങി. ഇപ്പോൾ നമ്മൾ വരയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റൊരാൾ അത് നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ചെയ്യുവാനായിട്ട് വീണ്ടും ഒരു ഉത്സാഹം തോന്നാറുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികളെല്ലാം വടക്കേ സ്കൂളിൽ ചേർന്നു. 4ാം ക്ലാസ് വരെയുള്ള LP സ്കൂളിലാണ് അവർ പഠിച്ചിരുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇവർ വേറൊരു സ്കൂളിലേക്ക് മാറി. അപ്പോൾ 5ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തനിയെ എല്ലാവരും സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങി. ഇത്തിരി മുതിർന്നു അല്ലേ? അപ്പോൾ അനിതാര ഇരുന്ന ക്ലാസ് എന്ന് പറയുന്നത് പെൺകുട്ടികൾ മാത്രം ഇരിക്കുന്ന ഒരു ക്ലാസ്സായിരുന്നു. നീലകണ്ഠൻ്റെ ക്ലാസ് ആൺകുട്ടികൾ മാത്രമുള്ളൊരു ക്ലാസ്സും ആയിരുന്നു. അപ്പോൾ ടീച്ചർ പറയുകയാണ്, നിങ്ങളൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളായി, ഇനി ആരും പഠിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പിറകെയൊന്നും വരത്തില്ല. നമ്മളോട് വീട്ടുകാരും അധ്യാപകരൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ടീച്ചർ പറയുകയാണ്, ആതിര ടീച്ചർ പറയുകയാണെന്ത്, നിങ്ങളൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളായി, ഇനി ആരും നിങ്ങളുടെ പിറകെ നടന്ന് പഠിക്കുമെന്ന് പറയത്തൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തനിയെ പഠിക്കണം. അനിതാര പറയാ, തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെ മാത്രമേ എനിക്കറിയാവൂ, അത് നീലകണ്ഠനാണ്. ബാക്കിയുള്ളവരൊക്കെ അമ്മയും അച്ഛനൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് നീലക്കല്ലുള്ള കമ്മലോ ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്ന ഒരു ഉടുപ്പോ ഒക്കെ വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ അത് കിട്ടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പഠിക്കുന്നവരാണ് ബാക്കി എല്ലാവരും. പുതിയ ക്ലാസ്സിൽ അനിതാരെ അല്ലാതെ നീലകണ്ഠനെ ആരും ഓർമ്മിക്കുന്നില്ല എന്ന് തോന്നി. ബാക്കി എല്ലാവരും പുതിയ സ്കൂളിലേക്ക് വന്നപ്പോൾ പുതിയ കൂട്ടുകാരോട് സൗഹൃദത്തിലാവാനുള്ള ഒരു വെപ്രാളത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ പഴയ സ്കൂളിൽ നിന്നൊരു പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ വേറെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന പുതിയ കുട്ടികളെ അല്ലെങ്കിൽ അവരോടൊപ്പം സൗഹൃദം സ്ഥാപിക്കാൻ, അവരെ കൂട്ടുകാരാക്കാനുള്ള വെപ്രാളത്തിലായിരിക്കും പലപ്പോഴും നാം അല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു മറ്റു കുട്ടികളൊക്കെ. അപ്പോൾ വീട്ടുകാർ വാങ്ങിച്ചു കൊടുക്കുന്ന പെൻസിലുകളൊക്കെ പകുതിയാക്കിയിട്ട് അത് നീലകണ്ഠന് കൊടുക്കും. അപ്പോൾ അമ്മ പറയാറുണ്ട്, ഈ പെൻസിലുകളൊക്കെ ഇത്ര വേഗം തീർക്കാനായിട്ട് ഇവൾക്ക് മാത്രമേ കഴിയൂ എന്ന്. അവൾ വരച്ച് പകുതിയായി ഉടനെ അത് നീലകണ്ഠന് വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. ഒരിക്കൽ വീണ്ടും അസുഖം വന്ന് ആശുപത്രി വാസമൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് കടന്നു വന്ന സമയത്ത് ഈ അധ്യാപകർ എന്താണോ പഠിപ്പിച്ചതൊന്നും മനസ്സിലാവാതെ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം അത്രയും ആഴത്തിൽ മുന്നോട്ട് പോയ പാഠഭാഗങ്ങളെയൊക്കെ ആലോചിച്ച് തളർന്നിരിക്കുന്ന സമയത്ത് ജയന്തി എന്ന് പറയുന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥി, ഒരു കൂട്ടുകാരി, ജയന്തി എന്ന് പറയുന്ന കൂട്ടുകാരി അടുത്ത് വന്ന് വളരെ രഹസ്യം പോലെ ശബ്ദമൊക്കെ താഴ്ത്തി പറയാണ്, നീലകണ്ഠന് ഒരു വലിയ പനി വന്നിട്ട് അവൻ്റെ കണ്ണൊക്കെ കാണാണ്ടായി, ഇനി സ്കൂളിൽ വരില്ലാത്രേ. പക്ഷെ അത് ആദ്യം അവൾ ഗൗനിച്ചൊന്നുമില്ല, അവൾ ശ്രദ്ധിച്ചില്ല. കാരണം അത് വലിയൊരു നുണയാണ്, അതൊരു കള്ളമാണ് എന്ന് അവൾ വിശ്വസിച്ചു. പിറ്റേന്നൊരു ശനിയാഴ്ചയായിരുന്നു. അവൾ രാവിലെ ഉണർന്നത് തന്നെ അപരിചിതയായ ഒരു സ്ത്രീ ശബ്ദം കേട്ടുകൊണ്ടാണ്. ആരോ ഉറക്കെ സങ്കടപ്പെട്ട് കരയുകയാണ്. അത് കേട്ടുകൊണ്ടാണ് അവൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ അവളെ സംബന്ധിച്ച് ആരും കരയുന്നത് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അവരെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി അവൾ വേഗം മുൻവശത്തേക്ക് ഓടുകയാണ്. അവൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് മുണ്ടൊക്കെ ഉടുത്ത് ബ്ലൗസിന് മീതെ കൂടി നിറം മങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങി കരയുന്നതിനരികെ നീലകണ്ഠൻ. അപ്പോൾ അതാരാണ്? നീലകണ്ഠൻ്റെ അമ്മയാണ് കരയുന്നത്. ഇവിടെ ബ്ലൗസിന് മീതെ കൂടി നിറം മങ്ങിയ തോർത്തിട്ട്, ഇവിടെ നീലകണ്ഠൻ്റെ വീട്ടിലെ ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നീലകണ്ഠൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറയാണ്,
ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്, പോകുന്നതിന് മുമ്പ് മോളെ ഒന്ന് കാണണമെന്ന് നീലകണ്ഠന് വളരെ വാശിയാണ്, അതുകൊണ്ടാണ് വന്നത്. അവൾ പെട്ടെന്ന് ആ നീലകണ്ഠൻ്റെ അമ്മയുടെ കൈകളിൽ നിന്ന് കുതറി മാറി നീലകണ്ഠനെന്ന് വിളിച്ച് നീലകണ്ഠൻ്റെ അരികെ ചെന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് പതിവിന് വിപരീതമായി നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി അവളുടെ കൈകൾ കണ്ടുപിടിക്കുകയാണ്. ഈ സമയത്ത് അവളൊന്നും പെട്ടെന്ന് അമ്പരന്നു. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി കൈകൾ കൊണ്ട് വായുവിൽ പരതി തൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നത്? അവൾ പെട്ടെന്ന് ഒരു ദുസ്വപ്നം പോലെ, ഒരു മോശമായിട്ടുള്ളൊരു സ്വപ്നം പോലെ അവൾ ആലോചിച്ച് എടുക്കുകയാണ്. ജയന്തി പറഞ്ഞ വാക്കുകൾ അവൾ ആലോചിച്ചെടുക്കുകയാണ്. നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒലിച്ചിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു. അവൻ്റെ കൃഷ്ണമണികൾ നിശ്ചലമായിരിക്കാം. ആ സമയത്തും അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്ന സമയത്ത് പോലും അവൻ ചിരിക്കുകയാണ്. മന്ദാരപ്പൂ പോലെ മനോഹരമായിട്ട് അവൻ ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, ചികിത്സയ്ക്ക് വേണ്ടി വീടൊക്കെ വിളിക്കാൻ പോവുകയാണ്. കിഴക്കൻ നാട്ടിൽ ഇവൻ്റെ ഒരു അമ്മാവൻ്റെ കൂടെ കഴിയാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെയൊക്കെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു ഭവനത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നീലകണ്ഠന് അച്ഛനില്ല, നീലകണ്ഠന് 2 ഷർട്ടുകളേ ഉള്ളൂ. ഇതെന്നൊക്കെ മനസ്സിലാക്കാം. ഒരു വളരെ പരിതാപകരമായിട്ടുള്ളൊരു സ്ഥിതിയിൽ കൂടിയാണ് നീലകണ്ഠൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നീലകണ്ഠൻ അവൾക്ക് ചെറു പുന്നത്തളിര് കൊണ്ടുവന്നു. പുന്നച്ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? നീലകണ്ഠൻ അവൾക്ക് പുന്നത്തളിര് കൊണ്ടുവന്നു. തളിർത്ത് നിൽക്കുന്ന ചെറു പുന്ന കണ്ടാൽ ചെത്തിപ്പൂത്തതുപോലെ തോന്നുമെന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്ത് നിൽക്കുന്ന സമയത്ത് നീലകണ്ഠൻ പറയാണ്, അത് വിറ്റു, തീർത്താലും തീരാണ്ടല്ലേ കടം. അപ്പോൾ വീട് മുഴുവനും വളരെ കടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കടം കയറി എന്ത് ചെയ്തു? മുറ്റത്ത് നിന്ന ചെറു പുന്നമരമൊക്കെ എന്ത് ചെയ്തു? മുറിച്ച് കളയുകയാണ്. ഇത് കേട്ടപ്പോൾ അനുതാരയ്ക്ക് കരച്ചിൽ വന്നു. അവളുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി. അപ്പോൾ നീലകണ്ഠൻ പറയുന്ന സമാധാനിപ്പിക്കുന്നൊരു വാചകം നോക്കിക്കേ. അയ്യോ, എന്തിനാ ഇങ്ങനെ കരയണേ? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. ഇവിടെ നീലകണ്ഠൻ പറയുന്നത് നോക്കിയേ. ഇവർ കാഴ്ചയൊക്കെ പോയി വീടൊക്കെ വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതും തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. തൻ്റെ പഠനമൊക്കെ നിന്നുപോയി. അങ്ങനെ വളരെ സങ്കടാവസ്ഥയിലായിരിക്കുമ്പോൾ പോലും നീലകണ്ഠൻ അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ കരയുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ കരയണേ? ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അവളുടെ പാദസരം, അവളുടെ കുലിസിൽ തൊട്ട് നോക്കിയിട്ട് ഹായ്, നല്ല ഭംഗിയുണ്ടെന്ന് നീലകണ്ഠൻ പറയുന്നു. ഇവിടെ നോക്കിക്കേ, നേരത്തെ നമ്മൾ പറഞ്ഞു അനുതാര വരയ്ക്കുന്ന ചിത്രമൊക്കെ കണ്ടിട്ട് നല്ല രസമാണ് എന്ന് അഭിനന്ദിക്കുന്ന നീലകണ്ഠൻ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഹായ്, നല്ല ഭംഗിയുണ്ട് എന്ന് പാദസരം തൊട്ട് നോക്കിക്കൊണ്ട് പറയുകയാണ്. നമുക്കൊരിക്കലും ഒരു സാധനം തൊട്ട് നോക്കിക്കൊണ്ട് ഭംഗിയുണ്ട് എന്ന് പറയുവാനായിട്ട് കഴിയില്ല. അത് കണ്ടാലേ ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ അവളെ സമാധാനിപ്പിക്കുവാനായിട്ട് നീലകണ്ഠൻ ഭംഗിയുണ്ട് എന്ന് പറയുകയാണ്. ആദ്യമായിട്ടായിരിക്കും അനുതാരയുടെ വീട്ടിലേക്ക് നീലകണ്ഠൻ വരുന്നത്. അപ്പോൾ ഓരോ മുറിയിലും കയറി ഇറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെടുകയാണ്. ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല എങ്കിലും അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അനുതാരയുടെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകളൊക്കെ മറിച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത്, അതൊന്ന് വായിച്ച് കേൾക്കട്ടെ എന്ന് നീലകണ്ഠൻ പറയുന്നു. ഇവിടെ നോക്കിക്കേ, നീലകണ്ഠന് തൻ്റെ പഠനം പൂർത്തീകരിക്കുവാൻ കഴിയാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നീലകണ്ഠൻ്റെ അടുത്ത് അനുതാര വന്നിരിക്കുമ്പോൾ നീലകണ്ഠൻ മാത്രം ആ ക്ലാസ്സിൽ തനിയെ പഠിക്കുന്നു. ആരും നിർബന്ധിക്കാതെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമേ ആ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ, അത് നീലകണ്ഠനായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ്സിൽ മറ്റു കൂട്ടുകാരോട് അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ മറ്റു കൂട്ടുകാരോട് വർത്തമാനം പറയാതെ ടീച്ചർ പഠിപ്പിക്കുന്നത് തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമേ ആ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ, അത് നീലകണ്ഠനായിരുന്നു. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ പഠിക്കുവാനായിട്ട് കഴിയാതെ കാഴ്ച നഷ്ടപ്പെട്ട് ചികിത്സയ്ക്കായി വീടും പറമ്പുമൊക്കെ വിറ്റ് മറ്റെവിടെയോ കടന്നു പോവുകയാണ്. ഇവിടെ നീലകണ്ഠൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനുതാരയുടെ അമ്മ കുറച്ച് പഴയ സാരികളും കുറച്ച് പൈസയൊക്കെ നീലകണ്ഠൻ്റെ അമ്മയ്ക്ക് കൊടുക്കുകയുണ്ടായി. പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ നീലകണ്ഠൻ്റെ ചിരി മങ്ങി.
നീലകണ്ഠന് വേണ്ടി അനിതാര കുറച്ച് പെൻസിലുകളൊക്കെ ശേഖരിച്ച് വെച്ചതായിട്ട് നേരത്തെ നമ്മൾ വായിക്കുകയുണ്ടായി. ആ പെൻസിലുകളൊക്കെ നീലകണ്ഠൻ്റെ കൈകളിലേക്ക് കൊടുത്തപ്പോൾ നീലകണ്ഠൻ ചോദിക്കുകയാണ്, ഇനി എനിക്ക് എന്തിനാ പെൻസില്? എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇതിനെന്താ നിറം? ഏത് നിറമെന്ന് പോലും തിരിച്ചറിയുവാൻ തനിക്കിനി കഴിയുകയില്ല. അപ്പോൾ തനിക്കിനി എന്തിനാണ് പെൻസിലിൻ്റെ ആവശ്യം? ഈ സമയത്ത് ഒരു തമാശ പോലെ നീലകണ്ഠൻ പറയുകയാണ്, ഇനി എൻ്റെ പങ്കും കൂടി അനിതാര പഠിച്ചോളൂ. ഇനി എനിക്ക് പഠിക്കാനുള്ളത് കൂടി അനിതാര പഠിക്കണം. അനിതാര ഉഴപ്പാതെ കൂടുതൽ നന്നായിട്ട് പഠിക്കണമെന്നുള്ളൊരു ആത്മവിശ്വാസം അവൾക്ക് കൊടുക്കുകയാണ്. ഈറനായ ഒരു പൊട്ടിച്ചിരിയും മുതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. ഉള്ളിൽ വേദന തിങ്ങി നിറയുമ്പോഴും കൂട്ടുകാരിയെ ആശ്വസിപ്പിക്കുകയും ഉള്ളിൽ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സായിരുന്നു നീലകണ്ഠൻ്റേത്. ഈ പാഠം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഈ പാഠത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അനിതാരയും നീലകണ്ഠനുമാണ്. അനിതാര നീലകണ്ഠനെക്കുറിച്ച് ഓർക്കുന്നതാണ് ഈ പാഠഭാഗത്തിലെ പ്രധാന വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ നീലകണ്ഠൻ്റെ ജീവിതാവസ്ഥയും അനിതാരയുടെ അസുഖത്തെക്കുറിച്ചും അനിതാരയുടെ ജീവിതാവസ്ഥയും അനിതാരയെ എങ്ങനെയൊക്കെ നീലകണ്ഠൻ കരുതിയെന്നും അതുപോലെ നീലകണ്ഠൻ്റെ ജീവിതാവസ്ഥയും അവൻ്റെ ഭവനത്തിലെ ദാരിദ്ര്യാവസ്ഥയും ആ ദാരിദ്ര്യാവസ്ഥയെ മറികടന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ പ്രതീക്ഷയോടെ മുന്നേറുന്ന നീലകണ്ഠൻ്റെ ജീവിതവുമൊക്കെയാണ് ഈ പാഠഭാഗത്തിലെ ഉള്ളടക്കമെന്ന് പറയുന്നത്. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.